കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 6 യൂണിറ്റ് 1 ക്രോ ബോയ് എന്ന മൂന്നാമത്തെ ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. Let's read a story of a shy and a quiet boy who had incredible talents that made him special in his own way. ഇവിടെ ഒരു ലജ്ജാശീലനും ശാന്തനുമായ ഒരു ബാലന്റെ കഥയാണ് നമ്മൾ താഴോട്ട് വായിക്കാൻ പോകുന്നത്. പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ട്. അതെന്തായത്, ആ ബാലൻ അവൻ്റെതായ രീതിയിൽ സ്പെഷ്യലാണ്, വളരെ സവിശേഷമായ ഗുണങ്ങളുള്ള. എന്താണ് അവനുള്ള ഗുണം? ഇൻക്രെഡിബിൾ ടാലൻസ് ആണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കഴിവുകളുള്ള ഒരു ബാലനാണ്. അപ്പൊ നമുക്ക് താഴോട്ട് കഥ വായിച്ചു തുടങ്ങാം. പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ഈ കഥ എഴുതിയ ആളെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. താറോ യഷിമ വാസ് എ ജാപ്പനീസ് അമേരിക്കൻ ആർട്ടിസ്റ്റ് ആൻഡ് ഓതർ ഓഫ് ചിൽഡ്രൻസ് ബുക്ക്. അപ്പൊ ഇത് എഴുതിയ ആളെ പേരാണ് താറോ യഷിമ. ഇദ്ദേഹം ഒരു ജാപ്പനീസ് അമേരിക്കൻ വംശജനായിരുന്നു, ഒരു കലാകാരനായിരുന്നു, ആർട്ടിസ്റ്റ്. പിന്നെ കുട്ടികളുടെ പുസ്തകങ്ങൾ എഴുതുന്ന ആളായിരുന്നു. ഹി ബിക്കേം നോൺ ഫോർ ഹിസ് വൈബ്രന്റ് ഇലുസ്ട്രേഷൻസ് ആൻഡ് എൻഗേജിംഗ് സ്റ്റോറീസ്. അതായത് വൈബ്രന്റ് ഇലുസ്ട്രേഷൻസ് എന്ന് പറഞ്ഞാൽ ഉജ്ജ്വലമായ ചിത്രീകരണങ്ങൾ, പിന്നെ എൻഗേജിംഗ് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ ആകർഷകമായ കഥകൾ. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടും ഇദ്ദേഹം വളരെ അറിയപ്പെട്ട ഒരു വ്യക്തിയായി മാറി. He valued his interactions with children around the world, considering them his greatest teachers. ഇദ്ദേഹം കുട്ടികളെ തൻ്റെ ഏറ്റവും വലിയ അധ്യാപകരായിട്ട് കണക്കാക്കിയിരുന്നു. അതുകൊണ്ട് ലോകമെമ്പാടുമുള്ള കുട്ടികളുമായിട്ടുള്ള ഒരു ആശയവിനിമയത്തിന് ഇദ്ദേഹം വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. ഈ താറോ യഷിമ എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരല്ല. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അത്സുഷി ഇവ മൻസു. എന്താണ്? അത്സുഷി ഇവ മൻസു. അപ്പൊ നമ്മൾ വായിക്കാൻ പോകുന്ന ഈ കഥയുടെ പേര് ക്രോ ബോയ്. ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് അവർ വില്ലേജ് സ്കൂൾ, വൺ ഓഫ് ദ ബോയ്സ് വാസ് ഫൗണ്ട് മിസ്സിംഗ്. അങ്ങനെ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള സ്കൂളിലെ ആദ്യ ദിവസം തന്നെ ഒരു ആൺകുട്ടിയെ കാണാനില്ലായിരുന്നു. ഹി ഹാഡ് ഹിഡൻ ഹിംസെൽഫ് ഇൻ എ സെലാർ ഇൻ ദ സ്കൂൾ ഹൗസ്. സ്കൂൾ കെട്ടിടത്തിൽ ഒരു അറയിൽ പോയിട്ടാണ് ഇവൻ ഒളിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇവനെ കാണാഞ്ഞത്. സെല്ലാർ എന്ന് പറഞ്ഞാൽ ഒരു അറ. നൺ ഓഫ് അസ് ന്യൂ ഹിം. ഞങ്ങൾക്ക് ആർക്കും അവനെ അറിയില്ലായിരുന്നു. ഹി വാസ് ഡാർക്ക് ആൻഡ് സ്മോൾ. അവന്റെ നിറം നല്ല ഇരുണ്ടതായിരുന്നു. അവന്റെ ഹൈറ്റും, അതായത് ഉയരം കുറഞ്ഞൊരു കുട്ടിയായിരുന്നു. ഹി ലുക്ക്ഡ് ഡിഫറെന്റ് ഫ്രം ദ അതർ സ്റ്റുഡൻസ്. മറ്റുള്ള കുട്ടികളിൽ നിന്ന് അവൻ വളരെ വ്യത്യസ്തനായിട്ടാണ് കാണപ്പെട്ടത്. ഹി ലിവ്ഡ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടൻ. അവിടെ വലിയൊരു മലയുണ്ട്. ആ മലയുടെ അങ്ങേ വശത്താണ് ഇവന്റെ താമസം. ബിക്കോസ് ഓഫ് ഹിസ് സൈസ് ഹി വാസ് നിക്നെയിംഡ് ചിബി, വിച്ച് മെന്റ് ടൈനി ബോയ്. ഇവന്റെ ഈ സൈസ് കാരണം അവനെ ഒരു ചിബി എന്ന് പറഞ്ഞൊരു വിളിപ്പേരിലാണ് ഇവനെ വിളിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ അർത്ഥം ചെറിയ കുട്ടി, ടൈനി ബോയ്. ദിസ് സ്ട്രേഞ്ച് ബോയ് വാസ് ടു സ്കെയർഡ് ഓഫ് ആർ ടീച്ചർ ടു ലേൺ എനിത്തിങ്. ഈ വിചിത്രമായ കുട്ടി, അതായത് സാധാരണ കുട്ടികളിൽ നിന്ന് വ്യത്യസ്തനായ ഈ കുട്ടിക്ക് ടീച്ചർമാരെയൊക്കെ വളരെ ഭയമായിരുന്നു. അതുകൊണ്ട് ഒന്നും പഠിക്കാൻ പറ്റിയിരുന്നില്ല. ഹി വാസ് ടു സ്കെയർഡ് ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത് അതർ ചിൽഡ്രൻ. മറ്റു കുട്ടികളുമായിട്ട് ചങ്ങാത്തം കൂടാൻ ഈ കുട്ടിക്ക് ഭയമായിരുന്നു. സ്കെയർ എന്ന് പറഞ്ഞാൽ ഭയമായിരുന്നു. സോ ഹി വാസ് ലെഫ്റ്റ് അലോൺ അറ്റ് സ്റ്റഡി ടൈം ആൻഡ് പ്ലേ ടൈം. അപ്പൊ കളിക്കുന്ന സമയത്തും പഠിക്കുന്ന സമയത്തും ഒറ്റക്കായിരുന്നു ഈ കുട്ടി. ആരോടും കൂട്ടുകൂടില്ല. He was always at the back of a class and at the end of a line. ക്ലാസ്സിലാണെങ്കിൽ ബാക്കിലിരിക്കും, ഈ ചിത്രത്തിൽ കാണുന്ന മാതിരി പിന്നിൽ പോയിരിക്കും. ആരോടും കൂട്ടുകൂടില്ല. ഒരു ലൈനൊക്കെ നിന്ന് കുട്ടികൾ എവിടെയും പോവുകയാണെങ്കിൽ ആ ലൈനിന്റെ ഏറ്റവും അവസാനം പോയി നിൽക്കും. ആരോടും കൂടത്തില്ല. അതാണ് ഇവന്റെ ഒരു സ്വഭാവം. But Chibi found many ways to pass the time and amuse himself. അവന് സ്വയം സന്തോഷിക്കാനും സമയം കളയാനായിട്ട് അവൻ കുറേ വഴികൾ കണ്ടെത്തി. He would just stare at the top of his desk for a long time. അവൻ ഇരിക്കുന്ന ഡെസ്കിന്റെ മേലേക്ക് ഇങ്ങനെ കുറേ നേരം നോക്കിയിരിക്കും. Sometimes he would lie gazing at the ceiling for hours. ചിലപ്പം മലന്ന് കിടന്ന് ആ റൂമിന്റെ സീലിംഗിലേക്ക് അങ്ങനെ നോക്കിയിട്ട് കുറെ മണിക്കൂറുകളോളം കിടക്കും. There were many things to interest him. അങ്ങനെ ഇവന് കുറേ കാര്യങ്ങളുണ്ട് ഇവന്റെ ഇൻട്രസ്റ്റ്, ഇവന് ഇഷ്ടപ്പെടുന്ന കാര്യം. അതിൽ ഒന്ന് ദ ഡിസൈൻ ഓൺ ദ ഷർട്ട് ഓഫ് എ ബോയ് സിറ്റിംഗ് നെക്സ്റ്റ് ടു ഹിം. അതായത് ഇവന്റെ അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇവന്റെ മുന്നിലിരിക്കുന്ന കുട്ടിയുടെ ഷർട്ടിലെ ഡിസൈൻ. ഓർ വാട്ട് ഹി കുഡ് സീ ഔട്ട് ഓഫ് ദ വിൻഡോ. അതല്ലെങ്കിൽ പുറത്തേക്ക് ഇങ്ങനെ ജനലിൽ കൂടെ നോക്കുമ്പോൾ
ആ കാണുന്ന കാഴ്ചകൾ. അപ്പൊ ഇതൊക്കെയാണ് ഇവന്റെ ചില ഇൻട്രസ്റ്റുകൾ. ഇൻ ദ പ്ലേ ഗ്രൗണ്ട് ചിബി വുഡ് ജസ്റ്റ് ക്ലോസ് ഹിസ് ഐസ് ആൻഡ് ലിസൺ ടു ദ വണ്ടർഫുൾ സൗണ്ട്സ് ദാറ്റ് കെയിം ഫ്രം നിയർ ആൻഡ് ഫാർ. അപ്പൊ പ്ലേ ഗ്രൗണ്ടില് കുട്ടികളെല്ലാം കളിക്കാൻ വിടുമല്ലോ, ആ സമയത്ത് ഇവൻ ആരുടെ കളിക്കാൻ പോകില്ല. ഇവൻ എന്ത് ചെയ്യും? ഇവൻ ഒറ്റക്ക് അങ്ങനെ പോയിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കും. എന്നിട്ട് കണ്ണടച്ചിട്ട് ഇരിക്കുക കേട്ടോ. കണ്ണടച്ചിരുന്നിട്ട് എന്താണ് ശ്രദ്ധിക്കുക? അടുത്തു നിന്നും ദൂരെ നിന്നും വരുന്നതായിട്ടുള്ള വളരെ മനോഹരമായ ആ ശബ്ദങ്ങളൊക്കെ അങ്ങനെ ശ്രദ്ധിച്ച് അവൻ അങ്ങനെ ഇരിക്കും. ആൻഡ് ഹി കുഡ് ഹോൾഡ് ആൻഡ് വാച്ച് ഇൻസെക്ട്സ് ആൻഡ് grubs that most of us wouldn't touch or even look at. നമ്മളിൽ മിക്കവരും തൊടാൻ പോലും മടിക്കുന്ന, അല്ലെങ്കിൽ നോക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത അങ്ങനത്തെ തരത്തിലുള്ള ഇൻസെക്ട്സ്, അതായത് പ്രാണികൾ, ഗ്രബ്സ് അതായത് പുഴുക്കൾ, ഇതിനൊക്കെ ഇവൻ എന്ത് ചെയ്യും? ഇവൻ കയ്യിലെടുക്കും. കയ്യിലെടുത്തിട്ട് വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കും ഇതിന്റെ കാര്യങ്ങളൊക്കെ. എവ്രി വൺ കോൾഡ് ഹിം സ്ലോ പോക്ക്. എല്ലാവരും ഇവനെ സ്ലോ പോക്ക് എന്ന് വിളിക്കുക. എന്താണ് ഈ സ്ലോ പോക്ക് എന്ന് പറഞ്ഞാൽ? മടിയൻ, അലസൻ, കാര്യങ്ങളൊക്കെ വളരെ പതുക്കെ ചെയ്യുന്ന വ്യക്തി. ഈവൻ ദ ചിൽഡ്രൻ ഇൻ ദ ലോവർ ക്ലാസ്സസ്, അതായത് ഇവന്റെ താഴ്ന്ന ക്ലാസ്സിലുള്ള കുട്ടികൾ പോലും ഇവനെ സ്ലോ പോക്ക് എന്ന് വിളിക്കും. ബട്ട് സ്ലോ പോക്ക് ഓർ നോട്ട്, സ്ലോ പോക്ക് ആണെങ്കിലും അല്ലെങ്കിലും, ചിബി കെയിം ട്രജിങ് ടു സ്കൂൾ എവറി ഡേ. ചിബി എല്ലാ ദിവസവും വളരെ പ്രയാസപ്പെട്ടിട്ട് സ്കൂളിലെത്തും. ഈ ട്രജിങ് എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ടിട്ട് എന്നർത്ഥം. ഹി ഓൾവേസ് ബോട്ട് ദ സെയിം ലഞ്ച്, എ ബോൾ ഓഫ് റൈസ് റാപ്ഡ് ഇൻ എ റാഡിഷ് ലീഫ്. ഇവൻ ദിവസവും ഉച്ചക്ക് കഴിക്കാൻ കൊണ്ടിരുന്നത് ഒരു ഉരുള ചോറാണ്. ആ ചോറ് മുള്ളങ്കിയുടെ ഇലയിൽ പൊതിഞ്ഞിട്ടാണ് കൊണ്ടുവരിക. ഈവൻ വെൻ ഇറ്റ് റെയിൻഡ് ഓർ സ്റ്റോംഡ് ഹി സ്റ്റിൽ കെയിം ട്രജിങ് അലോങ്. മഴയാണെങ്കിലും കൊടുങ്കാറ്റാണെങ്കിലും ഇവൻ വളരെ പ്രയാസപ്പെട്ടിട്ട് സ്കൂളിലെത്തും. ഹി വുഡ് ദെൻ ബി റാപ്ഡ് ഇൻ എ റെയിൻ കോട്ട് മെയ്ഡ് ഫ്രം സിബ്ര ഗ്രാസ്. അപ്പം സിബ്ര ഗ്രാസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം പുല്ലാണ്. ആ പുല്ല് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കോട്ടാണ് ഇവർ മഴയത്ത് ഉപയോഗിക്കുക. അപ്പോൾ അതിനെ റെയിൻ കോട്ട് എന്ന് പറയും. അപ്പോൾ ആ കോട്ട് ഇട്ടിട്ടാണ് ഇവൻ മഴയുള്ള സമയത്ത് വരിക. 5 years went by and we were in the 6th grade, the last class in school. അങ്ങനെ 5 വർഷം കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും 6ാം ക്ലാസ്സിലെത്തി. ഈ 6ാം ക്ലാസ്സാണ് ഈ സ്കൂളിലെ അവസാനത്തെ ക്ലാസ്. അതിന് മേലോട്ട് ആ സ്കൂളിൽ ക്ലാസ് ഇല്ല. Our new teacher, Mr. Isobe, was a friendly man with a kind smile. അങ്ങനെ ഞങ്ങളുടെ പുതിയ ടീച്ചറുണ്ട്, മിസ്റ്റർ ഇസോബെ. ഈ ഇസോബെ വളരെ ഫ്രണ്ട്ലി ആണ്, എല്ലാവരോടും വളരെ സൗഹൃദമായിട്ട് പെരുമാറുന്ന ഒരു ടീച്ചറാണ്. മാത്രമല്ല എപ്പോഴും മുഖത്ത് നല്ലൊരു പുഞ്ചിരിയാണ്. മിസ്റ്റർ ഇസോബെ, ഇസോബെ എന്ന് പറഞ്ഞാൽ ഒരു ജാപ്പനീസ് പേരാണ്. ഇറ്റ് വാസ് മിസ്റ്റർ ഇസോബെ ഹു ചേഞ്ച്ഡ് ദ വേ വി ലുക്ക്ഡ് അറ്റ് ചിബി. അങ്ങനെ ഈ പുതിയ മാഷാണ് എല്ലാ കുട്ടികളുടെയും ചിബിയോടുള്ള ഒരു കാഴ്ചപ്പാട് മാറ്റിയെടുത്തത്. മിസ്റ്റർ ഇസോബെ ഓഫൻ ടുക്ക് ഹിസ് ക്ലാസ് ടു ദ ഹിൽ ടോപ്പ് ബിഹൈൻഡ് ദ സ്കൂൾ. ഈ സ്കൂളിന് പുറകുവശത്ത് ഒരു കുന്നുണ്ട്. ഈ മാഷ് എപ്പോഴും ഈ കുട്ടികളെയൊക്കെ ആ കുന്നിൻ പുറത്തേക്ക് കൊണ്ടുപോകും. He was pleased to learn that Chibi knew all the places where the wild grapes and wild potatoes grew. അങ്ങനെ വൈൽഡ് ഗ്രേപ്സ്, അതായത് കാട്ടുമുന്തിരിയും കാട്ടിലെ ഉരുളക്കിഴങ്ങുകളൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് വളരുന്നത് എന്ന് കൃത്യമായിട്ട് ചിബിക്ക് അറിയാം. ഇത് മനസ്സിലാക്കിയ മാഷുക്ക് വളരെ സന്തോഷമായി. പ്ലീസ്ഡ് എന്ന് പറഞ്ഞാൽ സന്തോഷമാവുക. He was amazed to find how much Chibi knew about all the flowers in our class garden. അങ്ങനെ ഈ ക്ലാസ് ഒരു തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തോട്ടത്തിൽ അനേക പുഷ്പങ്ങളുണ്ട്. ഈ പുഷ്പങ്ങളെ പറ്റിയൊക്കെ ചിബിക്ക് വളരെ നന്നായിട്ട് അറിയാം എന്ന് മനസ്സിലാക്കിയപ്പോൾ മാഷുക്ക് അത്ഭുതം തോന്നി. അതായത് amazed എന്ന് പറഞ്ഞാൽ അത്ഭുതം തോന്നുക. He liked Chibi's black and white drawings and tacked them up on the wall for everyone to see. അങ്ങനെ മാഷുക്ക് ചിബി വരയ്ക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ്സ് ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ഈ ഡ്രോയിങ്സ് ഒക്കെ ക്ലാസ് മുറിയുടെ ചുമരിൻ്റെ മേലെ ഒട്ടിച്ചു, അല്ലെങ്കിൽ തൂക്കിയിട്ടു. ഹി ഓൾസോ ഹാഡ് നോ കംപ്ലൈൻറ്റ്സ് അബൌട്ട് ചിബീസ് ഹാൻഡ് റൈറ്റിംഗ്. ചിബിയുടെ ഹാൻഡ് റൈറ്റിങ്ങിനെ പറ്റിയിട്ട് മാഷുക്ക് ഒരു കംപ്ലൈൻറ്റും ഉണ്ടായിരുന്നില്ല. ഓൺലി ചിബി കുഡ് റീഡ് ഇറ്റ്. ചിബിക്ക് മാത്രമേ അത് വായിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. മിസ്റ്റർ ഇസോബെ ടാക്ഡ് സം ഓഫ് വാട്ട് ചിബി റോട്ട് ഓൺ ദ വാൾ. ചിബി എഴുതിയ ചില കാര്യങ്ങളൊക്കെ ഈ മാഷ് ചുമരിൽ തൂക്കിയിരുന്നു. ആൻഡ് ഹി ഓഫൻ സ്പെൻഡ് ടൈം ടോക്കിംഗ് ടു ചിബി വെൻ നോ വൺ വാസ് അറൗണ്ട്. ആരുമില്ലാത്ത സമയത്ത് ചിബിയുമായിട്ട് സംസാരിക്കാൻ ഈ മാഷ് സമയം കണ്ടെത്തിയിരുന്നു. വെൻ ചിബി അപ്പിയർഡ് ഓൺ ദ സ്റ്റേജ് അറ്റ് ദ ടാലന്റ് ഷോ ഓഫ് ദാറ്റ് ഇയർ, നോ വൺ കുഡ് ബിലീവ് ഹിസ് ഐസ്. അങ്ങനെ ആ വർഷത്തെ ടാലന്റ് ഷോ, അതായത് അവരവരുടെ കഴിവ് പ്രകടിപ്പിക്കുന്ന ഒരു ഷോ ആണ്. ആ ടാലന്റ് ഷോയിൽ ചിബി സ്റ്റേജിൽ കയറി വന്നു. ആ സമയത്ത്
കണ്ടവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, അവരെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റില്ല അവർക്ക്. എന്നിട്ട് ചോദിച്ചു, ഹൂ ഇസ് ദാറ്റ്? അതാരാണ്? വാട്ട് ക്യാൻ ദാറ്റ് സ്റ്റുപ്പിഡ് ഡു അപ്പ് ദേർ? ആ വിഡ്ഢിക്ക് അവിടെ സ്റ്റേജിൽ കയറി നിന്ന് എന്താണ് ചെയ്യാൻ പറ്റുക? സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞാൽ വിഡ്ഢി, മണ്ടൻ, വിവരമില്ലാത്തവൻ എന്നൊക്കെ അർത്ഥം വരും. ബട്ട് they were astounded when Mr. Aesop announced that Chibi was going to imitate the cries of crows. അങ്ങനെ ഇസോപ്പ് മാഷ് അനൗൺസ് ചെയ്തു, ചിബി ഇവിടെ കാക്കകളുടെ ശബ്ദം അനുകരിക്കാൻ പോവാണ്. അതായത് ഒരു മിമിക്രി ഷോ പോലെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, അത് കേട്ടപ്പോൾ എല്ലാവരും they were astounded എന്ന് പറഞ്ഞാൽ അമ്പരന്ന് പോവുക, അതിശയിച്ചു പോവുക, ഇവന് ഇത് സാധിക്കുമോ എന്നൊക്കെ തോന്നിപ്പോയി. ക്രൈസ് ഓഫ് ക്രോസ് എന്ന് ചോദിക്കുക, കാക്കകളുടെ കരച്ചിലോ? They had more surprises coming. അവർക്ക് വീണ്ടും കൂടുതൽ അത്ഭുതങ്ങൾ വരാനിരിക്കുന്നുണ്ടായിരുന്നു. ചിബി ascended the stage. അങ്ങനെ ചിബി സ്റ്റേജിലേക്ക് കയറി. First he imitated the cries of newly hatched crows. ആദ്യം അവൻ ചെയ്തത് എന്താ? പുതിയതായിട്ട് മുട്ടേന്ന് വിരിഞ്ഞ കാക്ക കുഞ്ഞുങ്ങളുടെ ശബ്ദമാണ് അനുകരിച്ചത്. He then imitated the cries of mother crow and father crow. അങ്ങനെ പിന്നീട് അച്ഛൻ കാക്ക, അമ്മ കാക്കേന്റെ ഒക്കെ, അതായത് വലിയ വലിയ മുതിർന്ന കാക്കകളുടെ ശബ്ദങ്ങൾ അനുകരിച്ചു. He then went on to show how crows cried early in the morning. പിന്നെ അതിരാവിലെ കാക്കകൾ എങ്ങനെ കരയുന്നു എന്നുള്ള ശബ്ദം ഉണ്ടാക്കി. He also imitated the cries of crows which were happy or sad. അതിനുശേഷം സങ്കടത്തിലിരിക്കുന്ന കാക്കകൾ എങ്ങനെ കരയും, പിന്നെ സന്തോഷത്തിലിരിക്കുന്ന കാക്കകൾ എങ്ങനെ കരയും, ഈ ശബ്ദങ്ങളൊക്കെ അവൻ ഉണ്ടാക്കി. Everybody's mind was taken to the far mountainside from which Chibi came to the school. അങ്ങനെ ഇവന്റെ ഈ അനുകരണം, ഈ കൃത്യതയോടുകൂടിയുള്ള ഈ അനുകരണം കേട്ടപ്പോൾ എല്ലാവരുടെ മനസ്സും ഇവൻ യാത്ര ചെയ്തു വരുന്ന ആ മലഞ്ചെരിവ്, ഇവന്റെ ഗ്രാമത്തിൽ നിന്ന് സ്കൂളിലേക്ക് എത്തുന്നതിന്റെ മുമ്പുള്ള ആ കാടും ആ മലഞ്ചെരിവും, അതിലൂടെ വരുമ്പോൾ ഇവൻ എത്രമാത്രം ആഴത്തിലാണ് നിരീക്ഷിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും മനസ്സിലേക്ക് വന്നു. Now they could imagine exactly the far and lonely place where Chibi lived with his family. ഇപ്പം എല്ലാവർക്കും ഏകദേശം വളരെ കൃത്യമായിട്ട് സങ്കല്പിക്കാൻ കഴിഞ്ഞു. അതായത് ചിബിയും കുടുംബവും താമസിച്ചിരുന്ന ആ ഏകാന്തവും ദൂരെയുള്ള ആ സ്ഥലവും അതിനെക്കുറിച്ചൊക്കെ. Then Mr. Aesop explained how Chibi had learned those calls. അങ്ങനെ ഇസോപ്പ് മാഷ് ഈ ചിബി ഈ കാക്കകളുടെ കരച്ചിലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പഠിച്ചെടുത്തത് എന്ന് എല്ലാവർക്കും വിശദീകരിച്ചു കൊടുത്തു. ലീവിംഗ് ഹിസ് ഹോം ഫോർ സ്കൂൾ അറ്റ് ഡോൺ ആൻഡ് റിട്ടേണിംഗ് അറ്റ് സൺസെറ്റ് എവറി ഡേ ഫോർ 6 long years. 6 നീണ്ട വർഷങ്ങൾ ഈ കുട്ടി രാവിലെ, അതിരാവിലെ, അതായത് ഡോൺ എന്ന് പറഞ്ഞാൽ അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും സ്കൂളിലേക്ക്. അതേപോലെ തന്നെ സൂര്യൻ അസ്തമിക്കും ഇവൻ അവിടെ എത്തുമ്പോഴേക്കും, ആ കാട് കടന്നൊക്കെ എത്തുമ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയത്തൊക്കെ ഇവൻ ഈ കാക്കകളുടെ കരച്ചിലും മറ്റു കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചു കൊണ്ടാണ് ഇവൻ പോകുന്നത്. Every one of us cried, thinking how much we had been wrong to Chibi all those long years. Even grown-ups wiped their eyes, saying, yes, he is wonderful. അതായത് ഈ 6 നീണ്ട വർഷകാലം ഇവനോട് ഞങ്ങൾ എന്തൊക്കെ രീതിയിലാണ് പെരുമാറിയത് എന്നൊക്കെ ആലോചിച്ചിട്ട് എല്ലാവരും കരഞ്ഞു എന്നാണ് പറയുന്നത്. Every one of us cried. ഈവൻ ഗ്രോണപ്സ് വൈപ്പ് ദെയർ ഐസ്, അതായത് മുതിർന്ന മാഷുമാർ വരെ കരഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞു? യെസ് ഹി ഈസ് വണ്ടർഫുൾ. അതെ ഇവൻ ഒരു വളരെ അത്ഭുതകരമായ കുട്ടിയാണ്. Chibi was the only one in our class honored for perfect attendance through all the 6 years. ഈ 6 വർഷം മുഴുവനും ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ സ്കൂളിൽ വന്നതിന് അംഗീകരിക്കപ്പെട്ട ഒരേ ഒരു വിദ്യാർത്ഥി ചിബി ആയിരുന്നു. ചിബി still came to the village to sell the charcoal he and his family made. അവനും അവന്റെ കുടുംബം ഉണ്ടാക്കുന്ന കരി വിൽക്കാനായിട്ട് അവൻ ഇപ്പോഴും ഈ ഗ്രാമത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അതായത് സ്കൂൾ കഴിഞ്ഞു, പക്ഷെ ഇപ്പോഴും അവൻ ഈ കച്ചവടത്തിനായിട്ട് ഗ്രാമത്തിലേക്ക് വരും. ബട്ട് നോബഡി കോൾഡ് ഹിം ചിബി എനിമോർ. പക്ഷെ ആരും പിന്നീട് അവനെ ചിബി എന്ന് വിളിച്ചിരുന്നില്ല. വി ഓൾ കോൾഡ് ഹിം ക്രോ ബോയ്. എല്ലാവരും അവനെ കാക്കപ്പയ്യൻ എന്നാണ് വിളിച്ചത്. ഹായ് ക്രോ ബോയ്. വി സ്റ്റിൽ ഹേർഡ് ഹിസ് ഇമിറ്റേഷൻ ഓഫ് എ ഹാപ്പി ക്രോ ആസ് ഹി റിട്ടേൺഡ് ഹോം അലോങ് ദ മൗണ്ടൻ റോഡ്. അങ്ങനെ കച്ചവടം കഴിഞ്ഞ് വൈകുന്നേരം അവൻ തിരിച്ച് ആ മലമ്പാതയിലൂടെ ഇവൻ തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ ഇവൻ ഉണ്ടാക്കുന്ന ആ ശബ്ദം, അതായത് സന്തോഷമുള്ള കാക്കകളുടെ ആ ശബ്ദം ഇവൻ അനുകരിച്ചുകൊണ്ട് പോവുക. അത് ഇപ്പോഴും ആ ഗ്രാമവാസികൾക്ക് കേൾക്കാമായിരുന്നു. ഓക്കെ സ്റ്റുഡൻസ്, ക്രോ ബോയ് എന്ന ഈ ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം.
അതുകൂടാതെ നിങ്ങളുടെ വിലയേറിയ കമൻസ് രേഖപ്പെടുത്തുക. എൻ്റെ ചാനലിൻ്റെ പേര്, അതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്.